കണ്ടോ എന്താ സെറ്റപ്പ് വീട് ഇതൊരു വേറൊരു ലെവലാണല്ലോ പ്രകൃതിക്ക് ഇണങ്ങിന്ന് പറഞ്ഞത് പ്രകൃതിക്കാളും കൂടുതൽ സ്നേഹം തരുന്ന ഒരു വീട് പോലെയാണ്. ഇത് വീടിൻ്റെ അകത്തളമാണ്, ഇത് മഴയാണ്, ഇതിൽ കാണുന്ന ഒരു ഭയങ്കര വെളിച്ചമാണ്, എനർജിയാണ്, കാറ്റ് ഇങ്ങനെ എന്താ പറയുക ഒഴുകിയ നടക്കണേ കാറ്റ്. അവിടെ നിന്ന് വരുന്ന കാറ്റ് അതേ സ്പീഡിൽ മുകളിലേക്കും താഴേക്കും ഇറങ്ങി വരുന്നു. നല്ല കാറ്റാണ്. ഈ ഡിസൈനിൻ്റെ പ്രത്യേകതയാണ്. കാരണം എല്ലാത്തിനും അതിൻ്റെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു എനർജിയാണ്. നമ്മളിവിടെ നിൽക്കുമ്പോൾ ഒരു നിസ്സാര ലെവലല്ല, ഭയങ്കര എനർജി. ഒരു വീട്ടിൽ 4 ഫ്ലോറായി വീട്. അത് നമ്മുടെ ആ ഓട് ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് വർക്ക് ചെയ്യുമല്ലോ, അതിനുള്ള ഗ്യാപ്പ് കിട്ടുമ്പോൾ അവർക്ക് 4 ഫ്ലോറാക്കി വന്നിരിക്കാണ്ടായി. യെസ്, മഴ മലയാളിയുടെ ഒരു വികാരമാണ് മഴ. മഴയ്ക്കൊരു താളമുണ്ട്, ഒരു രാഗമുണ്ട്. അതിന് അനുയോജ്യമായൊരു വീട് നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങൾ ആസ്വദിക്കണില്ലേ ഈ വീട്ടിൽ നിന്ന് മഴ കാണണം. അത് നമ്മുടെ ലൈഫിൽ മാറ്റിമറിക്കും. അങ്ങനെ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തരാം. കണ്ണൻ ബാബുച്ചേട്ടൻ. ചേട്ടൻ്റെ ജോലി എവിടെയായിരുന്നു അറിയാമോ? ലണ്ടനിൽ ജാഗ്വാർ കാർ കമ്പനിയിൽ ഡിസൈനറായിരുന്നു. ആ ജോലി വേണ്ടാന്ന് വെച്ച് സ്വന്തം നാട്ടിൽ അങ്കമാലിക്കടുത്ത് വേങ്ങൂരിൽ ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ട്. ആ വീടിൻ്റെ പേര് തന്നെ മാറ്റി പ്രകൃതി എന്നാക്കി. നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. കാരണം ഉണ്ടല്ലോ, അതിമനോഹരമായിട്ട് പ്രകൃതിക്ക് ഇണങ്ങുന്ന മഴ ആസ്വദിക്കുന്ന അതിഗംഭീരമായിട്ടൊരു വീടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളെന്തായാലും കണ്ണൻ ബാബുച്ചേട്ടന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് കണ്ണൻ ബാബുച്ചേട്ടന് കാണാം. വാ. യെസ്, വേങ്ങൂര് ദുർഗാദേവി ക്ഷേത്രത്തിന് നേരെ ഓപ്പോസിറ്റ് അതിഗംഭീരമായിട്ട് പ്രകൃതിക്ക് ഇണങ്ങുന്ന അതിമനോഹരമായിട്ടുള്ള വീടാണ് നിങ്ങൾ കാണുന്നത്. എന്ത് മനോഹര, എന്ത് നല്ല കളറാ. ടെറാക്കോട്ട കളർ എന്ന് പറഞ്ഞല്ലേ, പ്രകൃതിക്ക് ഇണങ്ങുന്ന കളറാ. ഈ വീടിന് തന്നെ ഉണ്ടല്ലോ ഇവർ പേര് തന്നെ മാറ്റി പ്രകൃതി എന്നാക്കി. എന്തോ രസകരമായ വീട്. യെസ്, ഈ ഗേറ്റ് തന്നെ നോക്കി, എന്തോ സെറ്റപ്പ്. ഇതിൻ്റെ CNC വർക്ക് നോക്കി, അതിലും ഗംഭീരം. ഈ ഗേറ്റില്ലേ കണ്ണാട്ടാ, ഈ ഗേറ്റ് അടിപൊളിയാണുള്ളത്. അങ്ങോട്ട് ലെങ്ത് കൂട്ടിയിട്ടാണ്. എത്ര കാർ പാർക്ക് ചെയ്യാം അവിടെ നോക്കേ, എത്ര കാർ പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഡിസൈനിൻ്റെ പ്രത്യേകത. അവിടെ ഒരു കാർ, 2 കാർ വേണമെങ്കിൽ 3ാമത്തെ കാർ ഇടാം, 4ാമത്തെ കാർ ഇടാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇങ്ങനെ തുറക്കണ ഗേറ്റ് വേണ്ട. ഇനി മുതൽ നമുക്ക് സൈഡിലേക്കുള്ള ഗേറ്റ് മതി. കാരണം 100% പ്രയോജനമുണ്ട്. അല്ലെങ്കിൽ വെറുതെ സ്ഥലമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ കാർ റോഡിലൊക്കെ ഇട്ട വിവരം അറിയിട്ടു. അതുകൊണ്ട് നിങ്ങൾ ഈ ഗേറ്റ് പോലെയുള്ളത് സൈഡ് ഗേറ്റ് കൊടുത്ത് വേണ്ട കാറുകൾ വിശാലമായി പാർക്ക് ചെയ്യുക. കുറച്ച് സ്പേസിൽ അതിഗംഭീരമായിട്ട് പാർക്ക് ചെയ്യുന്ന മെത്തേഡാണ്. കണ്ടോ എന്തോ സെറ്റപ്പ് വീട്. ഇതൊരു വേറൊരു ലെവലാണല്ലോ. പ്രകൃതിക്ക് ഇണങ്ങിന്ന് പറഞ്ഞത് പ്രകൃതിക്കാളും കൂടുതൽ സ്നേഹം തരുന്ന ഒരു വീട് പോലെയാണ്. ഓക്കെ, എത്ര നാള് എടുത്തു വീട് പണിയാൻ? 1.5 വർഷം. 1.5 വർഷം. കാരണം ഈ ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ച് കണ്ടത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കാനുണ്ട്. ഈ ബാംഗ്ലൂർ സ്റ്റോൺ ഒരിക്കലും നിങ്ങൾ വിരിച്ച് എല്ലാവരും ഇതിൻ്റെ ഗ്യാപ്പിൽ സിമെൻറ്റ് ചെയ്ത് വെള്ളം ഇവിടെ ഇറങ്ങാതാക്കി ആ വെള്ളം നേരെ റോട്ടിലേക്ക് പോയി, അത് നേരെ കടലിലേക്ക് പോയിട്ട് ഒരു പ്രയോജനം നാട്ടുകാർക്കില്ല. ബാംഗ്ലൂർ വെള്ളം കിട്ടിയില്ല കുടിക്കാനുള്ള വെള്ളം. കാരണം അവർ പറയുന്നത് നമുക്കൊരു വീട് പണിയണമെങ്കിൽ 65% നമ്മൾക്ക് വീട് പണിയാൻ നമ്മുടെ സ്വന്തം സ്ഥലത്തുള്ള അനുവാദമുള്ളൂ. ബാക്കി സ്ഥലം പ്രകൃതിക്ക് വെള്ളം ഇറങ്ങാൻ വേണ്ടി സ്പേസ് ഇട്ടോളാം. നിങ്ങൾ ആരെങ്കിലും ബാംഗ്ലൂർ സ്റ്റോണോ ടൈലോ എന്ത് വിരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിൽ കൂടെ ഗ്യാപ്പിൽ കൂടെ വെള്ളം ഇറക്കി വിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിലും വെള്ളം ഷോർട്ടേജ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതേമാതിരി സ്പേസ് ഇട്ട് കല്ലുകൾ അല്ലെങ്കിൽ വെള്ളറങ്ങല്ലോ കല്ലോ സ്റ്റോൺസോ പെബിൾസോ നമ്മൾ പാക്ക് ചെയ്യുന്നത് ഇതുമാതിരി ഗ്യാപ്പ് ഇട്ട് പെബിൾസ് സ്റ്റോൺ ഇടാണെങ്കിൽ നിങ്ങൾക്ക് 100% പ്രയോജനം നിങ്ങളുടെ കിണറ്റിൽ വെള്ളം ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഗവൺമെൻറ് ഇതൊക്കെ ടൈല് വിരിച്ച് ഫുള്ളായിട്ട് വെള്ളം ഇറങ്ങാത്തടത്തൊക്കെ നോട്ടീസ് വരും കുറച്ച് കഴിയുമ്പോൾ. നിയമം ഉള്ളതാണ്. ഇത് ഓപ്പൺ ചെയ്തോളൂ, ഇത്ര വെള്ളം ഇറക്കി വിട്ടോളാം, ഇല്ലെങ്കിൽ ഭാവിയിൽ പ്രശ്നം വരും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഈ ഐഡിയയൊക്കെയാണ് ഇവിടുത്തെ പ്രകൃതിക്ക് ഇണങ്ങുന്ന ഐഡിയ. പിന്നെ നോക്കിയേ, ഇവിടെ നല്ലൊരു ഇത് നോക്കി, നല്ല അന്തരീക്ഷം. ബാമ്പു ഒക്കെ വെച്ചല്ലേ, ബാമ്പു ട്രൈ. അത് 2 പ്രയോഗമാണ്. ഒന്ന് തണുപ്പ്, പിന്നെ ഒരെണ്ണം ബെഡ്റൂമാണ്. അപ്പം നമുക്കൊരു പ്രൈവസി. ഇത് പഴയ ഒരു ഇല്ലം ലുക്കിലാണല്ലോ പണിതിരിക്കുന്നത്. പഴയ കാലത്ത് ഇല്ലം വീടുകളൊക്കെ പണിയുന്ന പോലെ നല്ല രസകരമായിട്ട് ഇങ്ങനെയുള്ള ആ ഒരു ഷേപ്പ് പഴയ ഇല്ലം വീടുകളിലും അല്ലെങ്കിൽ രാജകൊട്ടാരത്തിൽ കാണുന്ന ഒരു ഷേപ്പൊക്കെയാണ് കൊട്ടാരം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് സ്ലാൻഡിങ് റൂഫ്, അതായത് കൂരിയുള്ള റൂഫാണ് ഏറ്റവും അനുയോജ്യം. കാരണം അത്രയും മഴയുള്ളതുകൊണ്ട് അത്രമാത്രം എൻ്റെ ഒരു റിക്വയർമെന്റ്. ബാക്കിയെല്ലാം ആർക്കിടെക്റ്റിന്റെ കര വരുന്നത്. പുള്ളിയുടെ വീടിൻ്റെ എൻട്രൻസ് ആൻഡ് സിറ്റ് ഔട്ട്. ഈ കാണുന്നതാണ് ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ്. ലെതർ ഫിനിഷ് ഒരു ബ്ലാക്കിൽ തന്നെ അവർ ലെതർ ആക്കി എടുക്കും. അതൊരു പ്രോസസ്സിംഗ് ആണ്. മെഷീൻ ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇതിലൊരു ഗ്രിപ്പ് ഉണ്ടാവും. ഈ ഗ്രിപ്പിനുള്ള പ്രത്യേകിച്ച് അഴുക്ക് പിടിക്കില്ല, പക്ഷെ നമുക്ക് ഗ്രിപ്പ് ഉണ്ടാവും, തെറ്റി വീഴില്ല. ഈ തെറ്റി വീഴാത്ത ഗ്രിപ്പാണ്. എല്ലാവരും സിറ്റ് ഔട്ടിൽ ഇപ്പോൾ കൂടുതലും ഇങ്ങനെ ഡാർക്ക് കളറാണ് ചെയ്യുന്നത്. ഡാർക്ക് കളർ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ഇത് ഗ്രിപ്പ് കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് മഴയത്തോ
ചാറ്റൽ മഴയൊക്കെ അടിച്ചാൽ നമ്മൾ തെറ്റി വീഴില്ല. ഇത് വളരെ നിർബന്ധമാണ്. ഇനി എല്ലാവരും ലാപ്പോത്ര ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഡാർക്ക് കളറുകൾ ബേസ് ചെയ്യണം. ലൈറ്റ് കളർ നിങ്ങൾ ഒരിക്കലും സിറ്റ് ഔട്ടിൽ ഉപയോഗിക്കരുത്. കാരണം ഒന്ന് ചെളി പിടിക്കും, രണ്ടാമത്തെ വെയിലടിച്ച് കഴിഞ്ഞാൽ കളറുകൾ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ചെയ്യരുത്. ഡാർക്ക് കളറ്, ലെതർ ഫിനിഷ്, ലാപ്പോത്ര പോലുള്ള ഐറ്റം ചെയ്യണം. ഗ്ലോസി ഇടരുത്, തെറ്റി വീഴാൻ ചാൻസ് ഉണ്ട്. വാ, എന്താ സ്റ്റൈൽ! എല്ലാം ഈ ബ്രിക്ക് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഫ്രണ്ട് ഡോറൊക്കെ വെച്ച് നല്ല അടിപൊളിയുണ്ട് അല്ലേ? നമുക്ക് വീണ്ടും അകത്തേക്ക് കയറിയാലോ? തീർച്ചയായിട്ടും. ഇത് ഡിസൈൻ ചെയ്ത ആരാണത്? ഇത് കോസ്റ്റ് ഫോർഡിന്റെ ശാന്തിലാൽ എന്ന ആർക്കിടെക്റ്റ് ആണ് ഡിസൈൻ ചെയ്തത്. അപ്പം ഞങ്ങൾ നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് ചൂട് കുറഞ്ഞൊരു വീട് എന്നുള്ളൊരു കാഴ്ചപ്പാട്. അപ്പം അങ്ങനെ പല ആർക്കിടെക്ട്സിനെയും ഞങ്ങൾ ബന്ധപ്പെട്ടു. അപ്പം എല്ലാവരും അവരുടെ ആ ഒരു ശൈലി മാത്രം ഫോളോ ചെയ്യുന്ന ആർക്കിടെക്ട്സ് കൂടുതലും ഉണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഞാൻ എൻ്റെ കുറച്ച് ആവശ്യങ്ങൾ പറഞ്ഞു. എനിക്ക് വണ്ടികളിലോട്ട് പ്രാന്തം എനിക്കൊരു വലിയൊരു ഗരാജ് വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെതായ രീതി മനസ്സിലാക്കുന്ന ഒരു ആർക്കിടെക്റ്റ് ഈ പുള്ളി. പിന്നെ പുള്ളി ഫ്ലെക്സിബിളാണ്. അതായത് അപ്പോൾ എനിക്ക് കളർ സ്കീംസ് ഒക്കെ കുറച്ച് വ്യത്യാസമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള. അപ്പോൾ വൈഫിനും അതിൻ്റെ നിർബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനോടൊക്കെ ഫ്ലെക്സിബിളായിട്ട് നിൽക്കുന്ന ഒരു ആർക്കിടെക്റ്റ് ആയിരുന്നു പുള്ളി. അങ്ങനെ പുള്ളിയുടെ ശൈലിയിൽ നിന്ന് കുറച്ച് മാറി ചിന്തിക്കാൻ മടിക്കാത്ത. നമ്മളിപ്പോൾ ഇവിടെ ഈ തേപ്പില്ലാതെ നമ്മൾ ഒരു ബ്രിക്ക് വെച്ചാണല്ലോ ചെയ്തിരിക്കുന്നത്. അതെ അതെ. ഇതിന്റെ എന്താ പ്രത്യേകത ഉള്ളത്? ഇത് ഈ ബ്രിക്ക് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ കമ്പനിയാണ്, വീനർ ബർഗർ. അവരുടെ ഫോറോത്തം എന്ന് പറഞ്ഞൊരു ബ്രിക്കാണ്. അപ്പോൾ ജർമ്മനി വരുന്നതാണ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത്. കർണാടകയിൽ ബാംഗ്ലൂരിൽ അവരുടെ ഒരു ഫാക്ടറി ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടുന്ന് എക്സ്പോർട്ട് ഉണ്ടായിരിക്കും ജർമ്മനിലേക്ക്? ഉണ്ടായിരിക്കും. ഓക്കെ. അവിടെ നിന്നാണ് ഞാൻ മേടിച്ചത്. ഇപ്പോൾ കൊച്ചിയിലൊക്കെ അവരുടെ ഉണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്താ നമുക്കുള്ള? അപ്പോൾ ഹോളോ ബ്രിക്സ് ആണ്. ഇത് മെറ്റീരിയൽ നമ്മുടെ സാധാരണ ഓടിന്റെ ക്ലേ ക്യൂർ ചെയ്താണ്. ഓക്കെ. ഹോളോ ബ്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് ചൂട് വരില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ചൂടൊട്ടും വന്നിട്ടില്ല. ഈ കഴിഞ്ഞ ചൂടുള്ള സമയങ്ങളിൽ ഞങ്ങൾക്ക് മുകളിലത്തെ നിലയിലായിട്ട് പോലും നമുക്ക് വലിയ ചൂടില്ല. അതുകൊണ്ടാണ് ഇവിടെ AC ഞങ്ങൾ വെച്ചിട്ടില്ല. ഇപ്പോൾ ലണ്ടനിൽ വന്ന ഒരാൾക്ക് AC ഇല്ലാതെ ഇരിക്കാൻ പറ്റും. കാരണം എന്തായാലും നമുക്കൊരു AC ഇല്ലാതെ ഇവിടെ എന്തായാലും പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ AC ഇല്ലാതെയാണ് വീട് വർക്ക് ചെയ്യുന്നത്. മുകളിൽ നോക്കി ഓക്കെ, അവിടെ ഓടിന്റെ പീസൊക്കെ വെച്ചിരിക്കുന്നത് അതും നമുക്ക് ചൂട് കട്ട് ചെയ്യുമോ? അതെ അതെ. അപ്പൊ അതിന്റെ ഫില്ലർ സ്ലാബ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഈ കാണുന്ന ഓടിന്റെ മുകളിൽ തന്നെ വേറെ റോഡ് തിരിച്ച് വെച്ചിട്ട് നടുക്കൊരു എയർ ഗ്യാപ്പ് വരത്തക്ക രീതി. ഓക്കെ ഓക്കെ. കമ്പ്യൂട്ടർ ഇല്ലേ അപ്പൊ അതിന്റെ ഉള്ളിൽ? ചുറ്റും കമ്പ്യൂട്ടർ ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ഇത് നമ്മൾ ഇത് ചെയ്തത് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് ചൂടിന് ബേസ് ചെയ്തിട്ടാണ്? രണ്ടും. കോസ്റ്റും കുറയും. കോസ്റ്റ് കുറയാൻ നമ്മുടെ കോൺക്രീറ്റ് ഞാൻ പുള്ളി പറഞ്ഞ അറിവ് വെച്ചിട്ട് 27% കോൺക്രീറ്റിന് കുറവ് വരും. ഓക്കെ ഓക്കെ ഓക്കെ. എയർ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിപ്പോ എത്ര സ്ക്വയർ ഫീറ്റ് വീടാണിത്? മുകളിലും താഴെ കൂടെ 2500 താഴെ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് ഏകദേശം എത്ര കോസ്റ്റ് ഉണ്ടാവും? നമുക്ക് ബേസിക് നമ്മുടെ സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം കൂടെ ഒരു 60 ലക്ഷത്തിനടുത്ത് 60 ലക്ഷം വന്നിട്ടുണ്ടല്ലേ? ഇതെല്ലാം പാർട്ടീഷൻ ചെയ്ത് വുഡൊക്കെ ചെയ്ത് ഒക്കെ നല്ല ഒക്കെ ചെയ്തിരിക്കുന്നു. കിച്ചണൊക്കെ നാനോവൈറ്റ് ഇട്ടിരിക്കണം അല്ലേ? അതെ. കിച്ചണൊക്കെ ഫുൾ ബോഡി നാനോവൈറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ 2 കിച്ചൺ ഉണ്ട്? ഒറ്റ കിച്ചൺ ഉള്ളൂ? 2 കിച്ചൺ. വേറൊരു കിച്ചൺ ഉണ്ട്. ഒരു മെയിൻ കിച്ചണായിട്ട് വെച്ചിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ വെച്ചിരിക്കുന്നു. അതെ അതെ. പിന്നെ ഇതെല്ലാം ഇവിടെ അത്യാവശ്യം ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കഴിവതും കൺസീൽ ചെയ്യണം. അതായത് നമ്മുടെ ഫിൽറ്ററൊക്കെ ഉള്ളിൽ വെക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം പുറത്ത് എല്ലാ വീട്ടിലും പുറത്താണല്ലോ. അപ്പോൾ എനിക്കതിൽ ഇത് അകത്തായിട്ട് വെച്ചിരിക്കുന്നു. ഇവിടെ എൻ്റെ മൈക്രോവേവ് എല്ലാം മൈക്രോവേവ് ആണ് അല്ല? അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ലേ? തുറക്കാനും അടയ്ക്കാനൊക്കെ? ഇല്ല, അത് അതൊന്നുള്ളൂ എന്നുള്ളല്ലേ? വലിയ കുഴപ്പമില്ല. ടൈലൊക്കെ നല്ല ബ്ലൂ കളർ ടൈലായിട്ടിരിക്കണം, ടൈലായിട്ടിരിക്കണം. അതെ അതെ അതെ. അപ്പൊ ഇതിന്റെ ഒരു വേറൊരു ചിന്ത എന്ന് വെച്ചാൽ മുകളിൽ സ്കൈ ബ്ലൂ കളർ ഓടിനടിച്ചപ്പോൾ അപ്പൊ അത് ആകാശമായിട്ടും ഇതൊരു ഭൂമിയുടെ കളറ്, ടെറാക്കോട്ട കളർ, ഭൂമിയുടെ കളർ ഇതടിച്ചു. പിന്നെ അപ്പൊ നമുക്കൊരു കടലിന്റെ കളർ വേണമല്ലോ. അതാണ് നടുമുറ്റത്ത് മഴ പെയ്യാൻ വേണ്ടി, മഴ ആസ്വദിക്കാൻ വേണ്ടി. ഇതാണ് വീടിന്റെ ഏറ്റവും ഹൈലൈറ്റ്. മഴ ആസ്വദിക്കാൻ വേണ്ടി നമുക്ക് നടുമുറ്റം ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇത് മനോഹരം എന്ന് പറയുമ്പോൾ നോക്കൂ എത്ര. ഇവിടെ ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി 1 മാസത്തോളം കാത്തിരുന്നു ഇവിടെ മഴ പെയ്യാൻ വേണ്ടി. 1 മാസമായിട്ട് എനിക്ക് മഴ കിട്ടിയില്ല. ലാസ്റ്റ് ഞാൻ ഇന്ന് പറഞ്ഞു, കന്നഡ നമുക്ക് ഇന്ന് എന്തായാലും തീർക്കണം, നമുക്ക് മഴ ഉണ്ടായാലെങ്കിലും ഇന്ന് തീർക്കണം എന്ന് വെച്ച് തീർക്കാണ്. കാരണം ഒരു കാര്യം കുറേ ദിവസമായി ഞാൻ വെയിറ്റ് ചെയ്യണം. പല ദിവസങ്ങളിൽ ഡേറ്റ് മാറി, ഒരു മഴ വരാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷെ മഴ ഇപ്പോഴും ജസ്റ്റ് ഒന്ന് പെയ്തു, പക്ഷെ നിന്നുപോയി മഴ. പക്ഷെ ഉണ്ടല്ലോ, നമ്മൾ പറയേണ്ട കാര്യമുണ്ടല്ലോ,
ഇത് വീടിൻ്റെ അകത്തളമാണ്, ഇത് മഴയാണ്, ഇതിൽ കാണുന്ന ഒരു ഭയങ്കര വെളിച്ചമാണ്, എനർജിയാണ്, കാറ്റ് ഇങ്ങനെ എന്താ പറയുക ഒഴുകിയ നടക്കണേ കാറ്റ്, അവിടെ നിന്ന് വരുന്ന കാറ്റ് അതേ സ്പീഡിൽ മുകളിലേക്കും താഴേക്കും ഇറങ്ങി വരുന്നു, നല്ല കാറ്റാണ്. ഈ ഡിസൈനിൻ്റെ പ്രത്യേകതയാണ്, കാരണം എല്ലാത്തിനും എന്താ പറയുക ഒരു എനർജിയാണ്. നമ്മളിവിടെ നിൽക്കുമ്പോൾ ഒരു നിസ്സാര ലെവലല്ല, ഭയങ്കര എനർജി. മുകളിൽ തന്നെ എന്തോരം ഗ്രില്ലുകളാണ് കൊടുത്തിരിക്കണമെന്ന് അറിയാമോ, അതൊക്കെ നിറച്ച് ഹോൾസുകൾ ചെയ്തിട്ട് ഫുള്ള് എയർ സർക്കുലേഷനാണ് മുകളിൽ, ഫുള്ള് 4 സൈഡിലും എയർ വന്നിരിക്കുകയാണ്. എല്ലാ സൈഡിലും നല്ല ഓപ്പൺ പ്ലാനാണ് നമ്മൾ കൂടുതലും എയർ സർക്കുലേഷൻ. കാരണം അടച്ചിട്ടൊരു, കാരണം ഈ വിദേശ ഇംഗ്ലണ്ടിലൊക്കെ നമ്മൾ താമസിക്കുമ്പോൾ നമ്മുടെ ഈ കാലാവസ്ഥയുടെ ഒരു ഗുണം നമ്മൾ ശരിക്കും അറിയുന്നില്ല. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ മഞ്ഞ്, സ്നോ, അതേപോലെ ഇതൊക്കെ കാണുമ്പം ആദ്യത്തെ ഉള്ളൊരു ഇഷ്ടം, ഒരു എന്താ പറയുന്നത്, ഒരു പുതിയൊരു അനുഭവം നമുക്ക് കുറച്ചാൾ നമ്മൾ അവിടെ ജീവിച്ചു തുടങ്ങി കഴിയുമ്പോൾ പുറത്തിറങ്ങാൻ കൊതിയും. കാരണം എത്ര നാളെ വീടിനകത്തിരിക്കുന്നത്. അപ്പം അടച്ച് ഐസിലിരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും, പുറത്തിറങ്ങി ഓടി നടക്കാൻ ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു പാന്റ് ഷർട്ട് ഇട്ട് നമുക്ക് പുറത്തു പോകാം. അവിടെ തണുപ്പ് കാലത്ത് പുറത്തു പോകണമെങ്കിൽ ജാക്കറ്റ്, സ്ലീവ്. നമ്മൾ ഈ ജാഗൂർ കമ്പനിയിലൊക്കെ ലണ്ടനിൽ വർക്ക് ചെയ്തല്ലോ, അതൊക്കെ വിട്ടിട്ട് നാട്ടിലേക്ക് വരണ്ടേ? കാരണം അത് ഞാൻ പഠിക്കാനായിട്ട് പോയതാണ്. ഇംഗ്ലണ്ടിൽ ശരിക്കും പഠിക്കാനായിട്ട് ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി പോയതാണ്. പഠിച്ചു. അങ്ങനെ പല കമ്പനി, ഞാൻ ആദ്യം ബെന്റ്ലി എന്ന് പറഞ്ഞ കമ്പനിയിൽ ജോലി. ബെന്റ്ലിയൊക്കെ ടോപ്പ് കാറല്ല. അതെ അതെ, അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് 2-3 വർഷം. എൻ്റെ ആദ്യത്തെ ജോലി അവിടെയായിരുന്നു. അപ്പൊ അങ്ങനെ പല റിക്കാർഡോ, അതേപോലെ ജാഗോ ലാൻഡ് റോവറിന്റെ ഫൈനലി, അതൊക്കെ നമ്മൾ വിട്ടിട്ട് നാട്ടില് പ്രകൃതിയോടെ ഇണങ്ങിയതാണോ? ചെറിയ ഫാക്ടറി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഉണ്ട്. അപ്പൊ അത് ഒന്ന് നാട്ടിൽ വരണം നമ്മുടെ ഒരു ആഗ്രഹം. പിന്നെ എൻ്റെ വൈഫും അദ്ദേഹവും ഞങ്ങള്. വൈഫിനെ പരിചയപ്പെടുത്തില്ല. വൈഫ് എൻ്റെ കുട്ടികളൊക്കെ പഠിക്കുന്ന വിശ്വതി എന്ന് പറഞ്ഞ സ്കൂളിൽ ടീച്ചറാണ്, ഞങ്ങളുടെ മക്കളൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ടീച്ചറിൻ്റെയും കണ്ണൻ ചേട്ടൻ്റെയും കൂടിയൊക്കെ ഉള്ള അതിഗംഭീരമായിട്ടൊരു ഡിഫറെൻറ്റ് വീടാണ് ഇവർ പണിതിരിക്കുന്നത്. ടീച്ചർ ജനിച്ചു വളർന്നതൊക്കെ ആൻഡമാനിലാണ് ടീച്ചർ ജനിച്ചു വളർന്നൊക്കെ സ്ഥലം. ടീച്ചർ എന്താണ് ഈ വീടിനെ കുറിച്ച് പറയാനുള്ളത്? ഇത് ബേസിക്കലി നമ്മുടെ ഒരു ഡ്രീമാണ്. കാരണം ഇത് ഒരു വ്യത്യാസമായ വീടായ കാരണം നമുക്ക് കുറച്ച് സമയം എടുക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും. കുറേ സമയം എടുത്തു. എത്ര നാളുകൊണ്ട് പണിത് തീർത്ത? 1 ഇയർ 1.5 വർഷമായി. കാരണം ഇത് നമ്മൾ എല്ലാവർക്കും ഇങ്ങനെ ഈ ഒരു കോൺസെപ്റ്റ് അറിയാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം എടുത്തു. എന്നാലും ഇതെന്തോ ഒരു പ്രത്യേകത, ഇതൊരു സ്പേസ് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഉള്ളൊരു ഇതാണ്. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ക്യൂരിയസ് ആഡ് ചെയ്യാനുണ്ട്. നമ്മളൊരു ഷോ പീസുകളൊക്കെ വെക്കാന്നുള്ളൊരു. ഇത് എയർ സർക്കുലേഷൻ ആണ്, പഴയ കാലങ്ങളിലൊക്കെ ഉള്ള. അതെ, ക്രോസ് വെന്റിലേഷന് വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഡിസൈൻ നമ്മുടെ പഴയ തറവാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഡിസൈനാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഒക്കെ ആഡ് ചെയ്യാനുണ്ട്. ഇപ്പോഴും കുറച്ച് ക്യൂരിയസും കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വരും, ക്രീപ്പേഴ്സ് ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാവും. കയറി വരുമ്പോൾ ഒരു അപ്പിയറൻസിന് വേണ്ടിയുള്ളൊരു സ്ഥലം മാത്രമേ. ഇത് നല്ലൊരു എയറൊക്കെ പോകാനുള്ളൊരു നല്ലൊരു അല്ലേ? അപ്പൊ ഇവിടെ പുള്ളിയുടെ ഒരു പ്രത്യേകത, ഞങ്ങള് സ്പേസ് യൂട്ടിലൈസേഷൻ വളരെ കാര്യമായിട്ട് നോക്കുന്നതാണ് ആർക്കിടെക്ട്. അപ്പൊ ഇതിനകത്തില് ഇപ്പൊ ഈ വാർഡ്രോബില് നിങ്ങൾ നോക്കിയ ഒരു ഡോറ് ശരിക്കും ബാത്റൂമാണ്. ബാത്റൂമിലേക്കുള്ള ഒരു ഡോറല്ല, കൺസീൽ ചെയ്ത്. അപ്പൊ ശരിക്കും നമ്മുടെ ഈ സ്റ്റെയർ കയറുന്ന ഇതിന്റെ ലാൻഡിങ്ങിന് അടിയിലാണ് ബാത്റൂം വന്നിരിക്കുന്നത്. അതിനുള്ള പൊക്കം കുറച്ച് കുറവാണ്, പക്ഷെ നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യം കാര്യങ്ങൾ ബാത്റൂമിലാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ സ്പേസ് സേവിങ് ഉള്ളൊരു ഇതാണ്. വാർഡ്രോബ് ചെയ്തപ്പോൾ അത് കൺസീൽ ചെയ്ത് ഡിസൈൻ. ഈ നമ്മുടെ ഈ ബ്രിക്ക് ചെയ്യുകയാണെങ്കിൽ 2 ഗുണം, തേപ്പ് വേണ്ട അല്ലേ? തേപ്പ് വേണ്ട, കോസ്റ്റ് കുറയ്ക്കാനൊക്കെ പറ്റുമല്ലേ? ഇത് വേണം, നമ്മുടെ താല്പര്യമാണ്. ചെയ്യുന്നവരുണ്ട്, ഈ ബ്രിക്ക് പണ്ട് പോലെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അത് തേച്ചാണ് കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ഒരു താല്പര്യം. തേക്കണമെങ്കിൽ തേക്കാം. ഗ്രൂവ്സ് ശരിക്കും അവര് ഈ പ്ലാസ്റ്ററിങ്ങിന് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഗ്രൂവ്സ് കൊടുത്തിരിക്കുന്നത്. നമ്മളതൊരു ഡിസൈൻ ആക്കി മാറ്റിയെന്നാണ് അതിന്റെ വാസ്തവം. പക്ഷെ എന്തൊക്കെ പറഞ്ഞല്ലോ, ടെറോക്കോട്ട കളറ് നമ്മുടെ ഇന്ത്യയിൽ അതൊരു എനർജി കളറാണ്. അതെ, ഞാൻ ഈ അമേരിക്കയിൽ പോയ സമയത്ത് അവരെല്ലാവരും ടെറക്കോട്ടും ബ്ലാക്ക് കളർ അടിക്കുള്ളൂ. ഏത് ബിൽഡിംഗ് എടുത്താലും 2 കളറുള്ളൂ, ബ്ലാക്ക് ആൻഡ് ടെറക്കോട്ട. വേറെ കളർ അവർ ചെയ്യില്ല. അവരെന്ത് പറയുന്നത്, ആഫ്റ്റർ പെയിന്റ് അടിക്കാൻ ഇതിനെ ഡെയിലി മെയിൻ്റെനൻസ് ചെയ്യാൻ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അവർ ഒറ്റ 2 കളർ അടിക്കുള്ളൂ. പിന്നെ നമ്മൾ ഇനി എന്തെങ്കിലും ചെളിയായാലും ആരറിയില്ല. എപ്പോഴും നല്ല ആ ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് എഴുതാക്കുമ്പോഴും ആ ഒരു ഇത് കണ്ട് നമുക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊരു മൂഡായി. ഇനി നമുക്ക് പയ്യെ മുകളിലേക്ക് പോയാലോ? വാ. സ്റ്റെപ്പ് നല്ല അടിപൊളി സ്റ്റെപ്പാണ് കേട്ടോ. സ്റ്റെപ്പ് 1 ഇഞ്ച് കനത്തിൽ തടി തന്നെ, സോളിഡ് വുഡ് തന്നെ. അത് എന്ത് മരമാണ് ചെയ്യുന്നത്? തേക്കാണ് ചെയ്യുന്നത് അല്ലേ? നല്ല അടിപൊളിയായിട്ട് 1 ഇഞ്ച് കനത്തിൽ നല്ല മരം വെച്ച് നല്ല സ്റ്റീലിലങ്ങോട്ട് ഫിറ്റ് ചെയ്തു. ഗ്രില്ലൊക്കെ നല്ല സെറ്റപ്പിൽ. അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊടുത്ത്. അത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് നാട്ടിലെ എൻ്റെ സ്ഥാപനം ബോൾട്ട് നെറ്റ് ഉണ്ടാക്കുന്നതാണ്. അതിന്റെ റോ മെറ്റീരിയലാണ് ശരിക്കും. ഞങ്ങളുടെ ഇൻഹൗസ് ഞങ്ങൾ തന്നെ ചെയ്ത ഹാൻഡ് ഓയിലാണ്.
സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, നമ്മൾ തുരുമ്പ് പിടിക്കില്ല. വാ, നമുക്ക് മുകളിലേക്ക് കയറാം. ഇതിപ്പോ ഫ്ലോറ് വുഡ് ഫ്ലോർ കൊടുത്തു അല്ലേ? അതെ. ഇതും തേക്ക് വെച്ച് തന്നെ ചെയ്തല്ലേ? അതെ, ഇത് ചെയ്യുന്ന വെച്ചാൽ നമ്മളിവിടെ നമ്മുടെ ജനലും കഥകളൊക്കെ ഉണ്ടാക്കുന്ന പണി ചെയ്തതിന്റെ ബാക്കി വന്ന തടികൾ പേസ്റ്റ് വുഡ് വെച്ച് നമ്മൾ ചെറിയ പീസുകളാക്കി പാകിയേക്കുന്നതാണ്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഈ ഒരു സ്പേസ് എന്താ ചെയ്യുന്നത്? ഇത് ഞങ്ങളുടെ ഒരു റിക്രിയേഷൻ ഏരിയ. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്യൂച്ചറിൽ കുട്ടികളിരുന്ന് കുറച്ച് കളിക്കാനും പഠിക്കാനൊക്കെ, പിന്നെ എന്തെങ്കിലും കരോക്കെ ഒക്കെ പാടാനും അങ്ങനെയുള്ള യോഗ ചെയ്യാനുള്ള ചെറിയ വർക്കൗട്ട്. നല്ലതേ, പഴയ മച്ചവിട്ട് വീടുകളൊക്കെ ഉള്ളൊരു ഫീലിംഗ് ആണ്. അതെ അതെ. അപ്പോൾ ഇവിടെ നമുക്ക് ഇരിക്കാൻ കിടക്കാം, എന്ത് വേണം നമുക്ക് ചെയ്യാം. അപ്പോൾ അത് കൂടുതലും ഓപ്പണായിട്ട് തന്നെ ഇട്ടിരിക്കുകയാണ്. നല്ല രസകരമായിട്ട് ടെറാക്കോട്ട, നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇതിന് ഇവിടെ നല്ല മിനിമം നല്ല ഹൈറ്റ് കൊടുത്തിട്ടേ. പിന്നെ ഇതിൻ്റെ അവിടുത്തെ ഇത് റൂഫിങ് നമ്മളിപ്പോൾ ഇവിടുത്തെ ഓട് പുറത്തുനിന്ന് കൊണ്ടുവന്ന ഓടുകളാണല്ലേ? പഴയ ഓടുകളല്ല വെച്ചിരിക്കുന്നത്, ഇത് ഉപയോഗിച്ച ഓടല്ലോ ഉപയോഗിച്ചത്. അതെ അതെ. ഉള്ളിൽ ഒരു സീലിംഗ് ഓടും, സീലിംഗ് ഓട് വെച്ചിരിക്കുന്നല്ലേ? അതുകൊണ്ട് നമുക്ക് ചൂട് കുറവുണ്ട്. അതെ അതെ. അവിടെ ഒരു സീലിംഗ് ഓട് വെച്ചിട്ടുണ്ട്, പിന്നെ 2 ഓട് വെച്ചിട്ടുണ്ട്. സീലിംഗ് ഓടുണ്ട്, മറ്റേ റൂഫ് ഓടും. അപ്പോൾ 2 കൂണുണ്ട്, അതുകൊണ്ട് ഇവിടെ ചൂടില്ല. പഴയൊരു സിസ്റ്റം ഫോളോ ചെയ്യണം. നല്ല രസകരമായിട്ട് കേട്ടോ. പിന്നെ ഇവിടെ ഹോളൊക്കെ കൊടുത്തിരിക്കുന്ന അവിടെ നമ്മുടെ വെസ്റ്റ് എന്നുള്ള നമ്മുടെ വെളിച്ചം നല്ലപോലെ വരുമല്ലോ, അപ്പോൾ അത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ഡിസൈൻ എലമെന്റ് ആക്കി. പിന്നെ എല്ലായിടത്തും എയറാണ് കണ്ടത്. ഇവിടെ നോക്കി, ഇവിടെ ഒക്കെ ഹോൾസ് കൊടുക്കുക, നോക്കി പറവോളുകൾ കൊടുക്കുക. എല്ലായിടത്തും ആവശ്യത്തിനുള്ള ഹൈറ്റും വെളിച്ചവും ഒക്കെയാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് ബെഡ്റൂം അല്ല, എൻ്റെ ഒരു ഓഫീസ് റൂമാണ്. ഓഫീസ് റൂം നോക്കാം. ഇതൊരു ഓഫീസ് റൂം. അതെ, ചെറിയൊരു ഓഫീസ് റൂം. ഓഫീസ് റൂം, വർക്ക് ചെയ്യുന്ന റൂം, കണ്ടാമാനം ചെറിയ ചെറിയ മോഡൽ കാർസ് അവിടെയൊക്കെ പോകുമ്പോൾ ഉള്ള യെസ്. ഇവിടെ ഒരു ഭയങ്കര വിചിത്രമാണ്, ഡബിൾ ഹൈറ്റാണ്. ഇവിടെ ഹൈറ്റിനും ഉപരി വേണ്ട 3 തട്ടാണ്. നോക്കിയേ, 1 2 3. നല്ല ഒരു വീട്ടിൽ തന്നെ 3-4 ഫ്ലോർ ആക്കിക്കാം. ഒരു വീടാണ്, ഈ വീട്ടിൽ 4 ഫ്ലോർ ആയിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് കുട്ടികളുടെ ഒരു സ്റ്റഡി ഏരിയ. കാരണം കുട്ടികളൊക്കെ നല്ലപോലെ വായനാശീലമുള്ള ആൾക്കാരാണ്, ഒരുപാട് ബുക്സ് ഉണ്ട്. അപ്പോൾ സാറി ഇപ്പോൾ കാണുന്ന ഈ ഒരു ഓപ്പൺനെസ് ശരിക്കും ഒരു ത്രൂ ബുക്ക് ഷെൽഫ് ആകും ഇവഞ്ച്വലി. അത് അവിടെ ഒരു ക്രോസ് നമ്മൾ ത്രൂ എന്ന് വെച്ചാൽ അടക്കത്തില്ല, ഒരു കള്ളികൾ പോലെ വെച്ചിട്ട് അവിടെ നമുക്ക് ബുക്ക് ഷെൽഫ് ആക്കാനുള്ള പരിപാടിയാണ് ഇവിടെ. അപ്പോൾ ഇവർക്കൊരു ട്രീ ഹൗസ് വേണമെന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ട്രീ ഹൗസ് വുഡിന്റെ. അപ്പം അത് എല്ലാം കൊണ്ടും വുഡ് ഹൗസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, പക്ഷേ എന്നാലും ഒരു തട്ടുംപുറം അല്ലെങ്കിൽ അവരുടെ ഒരു ഹൈഡ് ഔട്ട് പ്ലേസ് എന്നുള്ള രീതിയിൽ നമ്മൾ മേളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിങ്ങനെ പണ്ട് വുഡൊക്കെ പടുത്തൊരു വീട്, അങ്ങനെ പറയാം, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒരു വീടാണ് ഇതൊരു, ശരിക്കും ഒരു വീട് ഹൈറ്റ് കൂട്ടിയിട്ട് അത് 3-4 ഫ്ലോറായിട്ട് തിരിച്ചേൻ്റെ അകത്ത് പല സ്റ്റെപ്പാണ്. നമ്മൾ താഴെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അവിടെ കണ്ടു 1 2 3 4. ഒരു വീട്ടിൽ 4 ഫ്ലോറായി വീട്. അത് നമ്മുടെ ആ ഓട് ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് വർക്ക് ചെയ്യുമല്ലോ, അതിനുള്ള ഗ്യാപ്പ് കിട്ടുമ്പോൾ അവർക്ക് 4 ഫ്ലോറാക്കി വന്നിരിക്കണ്ട. ഇതിൻ്റെ അകത്ത് കുട്ടികൾ മുകളിൽ പോയി കിടക്കാം, കളിക്കാം. അപ്പോൾ ഇത് സംഭവമാണ്. ഇത് ഫോൾഡബിൾ ഇതാണ്, നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ ഇത് മടക്കി ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു. അങ്ങനെയാണ്, ആവശ്യം മുകളിലേക്ക് കയറ്റി വിടാം അല്ലേ? കണ്ട, ഇതാണ് മുകളിലൊരു നമുക്കിങ്ങനെ സ്പേസ് കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളിങ്ങനെ ഓട് സ്ലോപ്പായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ സ്ലോപ്പ്നെസ് കിട്ടുന്ന പോയിന്റിൽ നമുക്ക് വേണമെങ്കിൽ പാർട്ടീഷനായിട്ട് റൂമുകൾ തിരിച്ച് കുട്ടികൾ കളിക്കാനും ഹോം തിയേറ്റർ പണിയാനും പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സീനാണ് ഞാൻ കണ്ടത്. അടിപൊളിയാണ്. അവിടെ ചാരിയിൽ അവിടെ ഒരു ഇതുപോലൊരു ഇറങ്ങുന്നുണ്ട്, അപ്പം നമുക്ക് ചാരിയിരിക്കാം, പുറത്ത് ചാരിയിരിക്കാം. ഓക്കെ ആ വ്യത്യാസങ്ങൾ നോക്കി കണ്ട. ഇപ്പം ആ ക്യാമറ അവിടെ നിന്ന് മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നത് 4ാമത്തെ ഫ്ലോറിൽ നിന്നാണ്. ഒരു വീട്ടിൽ തന്നെയാണ് കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ 4 ഫ്ലോറും നമുക്ക് ചെയ്യാം. യെസ്, ഇതേ വീടിൻ്റെ 4 കെട്ടില്ലേ, നമ്മളിപ്പോൾ മുകളിലെ നിലയിൽ നിന്നാണ് നമ്മൾ വീക്ഷിക്കുന്നത്. ഈ 4 കെട്ടിന് നോക്കും, ഇവിടുന്ന് മുകളിൽ നിന്നും എയർ സർക്കുലേഷൻ, മുകളിൽ നിന്നും മഴ വരാനുള്ള സീൻ. അടിയിൽ കണ്ട നല്ല ഗ്രില്ലൊക്കെ ഇട്ടിട്ട് അടിയിൽ നോക്കി നല്ല ഗാർഡൻ പോലെ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് അടിയിലേക്ക്. ഇതിലേക്ക് മഴ പെയ്യുമ്പോണ്ടല്ലോ നമ്മൾ എന്തായാലും ഇത് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഒരു വേറെ ലെവലല്ലേ? തീർച്ചയായിട്ടും ശരിക്കും അത് ഭയങ്കര എനർജിയാണ്. ഈ ഒരു സാറ് പറഞ്ഞ ഈ ഒരു സൗന്ദര്യം വന്നതാണ്. അതായത് നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിസ്കണക്ട്, അതായത് 2 നില വീട് വെക്കുമ്പോൾ താഴെ മുകളിൽ നമ്മളുടെ ഡിസ്കണക്ട് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് വേണമെന്ന് പുള്ളിയോട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ വന്നു. പിന്നെ അത് കഴിഞ്ഞ് ആ ഈ സൗന്ദര്യം കൂടെ വരും എന്ന് പറയുന്ന പോലെ അതിൻ്റെ കൂടി വന്നതാണ്. നമ്മുടെ ഉദ്ദേശം ആ ഡിസ്കണക്ട്, ആ ഒരു കണക്ടിവിറ്റി താഴത്തേക്ക് വേണം എന്നുള്ളൊരു. ഈ ബ്രിക്ക് അല്ല ശരിക്കും നമ്മളിപ്പോൾ ഇവിടെ പണിതിരിക്കുന്ന ബ്രിക്ക് കട്ട് ചെയ്ത പീസാണ്. ശരിക്കും അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് നമുക്ക് ചൂട് വരാതിരിക്കുന്നത് അല്ലേ? ഈ ബ്രിക്കിന്റെ പ്രത്യേകത ഉള്ളിൽ ആ എയർ നിൽക്കുന്നതുകൊണ്ടാണ് ചൂട് ഇങ്ങോട്ട് കണ്ടക്ട് ചെയ്ത് വരാതെ. ഇതിന്റെ ആവശ്യമുള്ളൂ ശരിക്കും വീട് പണി അല്ലേ?
അതെ അതെ. പിന്നെ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണ്, കരിഞ്ഞിൽ വെച്ച് പണിതല്ല നമുക്ക് ഉറപ്പ് വരുള്ളതാണ്. ഇത് ഈ ബ്രിക്ക് തിരഞ്ഞെടുക്കുമ്പോൾ എന്റെ മനസ്സിലുണ്ടെന്ന് അതേ പേടികളായിരുന്നു. കാരണം ഇത് ഹോളാണല്ലോ, മറ്റേ അത്ര ബലം ഉണ്ടോ, ഇടിച്ചാൽ പൊട്ടുവോ, അതൊന്നുമല്ല. പക്ഷെ ഇത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. അപ്പോൾ ലോഡ് എടുക്കണ്ടല്ലോ, ലോഡ് എടുത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതെ അതെ. ഇവിടെ റഫായിട്ട് തന്നെ നിർത്തില്ല. അപ്പൊ അത് കട്ട് ചെയ്ത് ആ ഒരു അങ്ങനെ തന്നെ വെച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ബ്രിക്ക് കൊണ്ട് മതിലും കെട്ടാം അല്ലേ? മതിലും പണിതുണ്ടല്ലേ? കൈവരി എല്ലാം നമ്മളത് വെച്ചാണ് ചെയ്തത്. കണ്ട, കോസ്റ്റ് കുറയ്ക്കാൻ മതിലും നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. നോക്ക്, കോസ്റ്റ് കുറച്ച് മതിലും ചെയ്തിരിക്കുന്നു. യെസ്, നോക്കൂ, മൊറോക്കൻ ടൈൽസ്, ട്രഡീഷണൽ ടൈൽസ്. ഇനി വരാൻ പോകുന്ന ട്രെൻഡ് ഇതാണ്. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡാണ് മൊറോക്കൻ സെറ്റ്. നമ്മളൊക്കെ വീണ്ടും 200 വർഷം ബാക്കിലേക്ക് പോവാണ്, യൂറോപ്യൻ കൺസെപ്റ്റിലേക്ക്. കാരണം അവർക്കൊക്കെ ഏറ്റവും ഇഷ്ടം ഈ മൊറോക്കൺ സീരീസ് ടൈൽസ് ആണ്. എന്താ ഈ ടേബിളിൻ്റെ ടോപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോക്സി ടേബിളാണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണുന്ന എപ്പോക്സി ടേബിളാണത്. തടി നമ്മുടെ ഈട്ടിയാണ്, ഈട്ടി നമ്മുടെ സ്വന്തം തടിയാണ്. സ്വന്തം തടിയിട്ട് എന്ത് ചെയ്തു? എപ്പോക്സി ഒഴിച്ച് എപ്പോക്സി നമ്മൾ ആരാ ഇവിടെ വന്ന് ചെയ്യണോ? നമ്മൾ കൊടുത്തു വിട്ടില്ല, നമ്മൾ വേറൊരു സ്ഥലത്ത് കൊടുത്തു വിട്ടിട്ട്. അപ്പോൾ അത് തടിയുടെ തന്നെ നമ്മുടെ ഈ നമ്മൾ ഒന്നും ഫിനിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുപോലെ 2 പീസായിട്ട് മുറിച്ചു. അതിന്റെ വിടവും ക്രാക്കും ഉള്ളതിൽ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളത് അതിന്റെ വളരെ സെറ്റപ്പ്. എൻ്റെ അകത്ത് വേണമെങ്കിൽ LED ലൈറ്റ് ഇട്ട് കൊടുക്കായിരുന്നു അല്ലേ? ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. ചില ലൈറ്റ് 2.5 ഇട്ട് കൊടുത്താൽ അത് വേറെ ലെവലായിരുന്നു. നല്ല രസകരമാണ് എപ്പോക്സി ടേബിൾ ടോപ്പ്. അപ്പോൾ അതിൻ്റെ തന്നെ മാച്ച് ചെയ്യുന്ന ഒരു ചെയർ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്തു. ഈ ഒരു സ്പേസ് ഇപ്പം എല്ലാ വീടുകളിലും ആ ഒരു കോമൺ ആയിട്ട് എടുക്കുന്നുണ്ട്. അത്യാവശ്യം ഇരിക്കാം, സാധനങ്ങളൊക്കെ വെക്കാം. ബേ വിൻഡോസ് ഇപ്പം എല്ലായിടത്തും കോമൺ ആണ്. പക്ഷേ അത് കണ്ട, നല്ല സിമ്പിളായിട്ടുള്ള സോഫ സെറ്റ്, ഒരു ആർഭാടവും ഇല്ല, ആവശ്യത്തിനുള്ള സോഫ സെറ്റ്, ഓവറും ഇല്ല, കറക്റ്റായിട്ടുള്ള സിസ്റ്റം. എല്ലാ കണ്ണടയുടെ എല്ലാ റൂമിലും 2 പ്രത്യേകം 2 ജനലുണ്ടാവും മിനിമം. ഇവിടെ 2 അല്ല കേട്ടോ, 1 2 3 4 5 6 7 8 ജനലാണ് ഈ വീട്ടിലേക്ക് ഒരു റൂമിൽ. 8 ജനലോട് ഇരിക്കുന്നത്. കാരണം കണ്ണടൻ പറഞ്ഞാൽ ഞാൻ AC വെക്കില്ല എന്ന്. ലണ്ടനിൽ വന്ന ഒരാളെ AC ഇല്ലാതെ കിടന്നുറങ്ങാന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഞാൻ AC വെക്കില്ല. കാരണം എന്താ, ഞാൻ കൊണ്ട് പ്രകൃതിയിൽ ഇണങ്ങി ജീവിക്കാനാണ് വന്നിരിക്കുന്നത്. യെസ് കണ്ണേട്ടാ, നമ്മൾ ഈ വീടിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. കാരണം ഞങ്ങളൊക്കെ സാധാരണ നമ്മൾ സിമെൻറ്റ് തേച്ച വീടുകളാണ് കൂടുതലും കണ്ടിരിക്കുന്നത്. പ്രകൃതിയുടെ ഇണങ്ങുന്ന വീടുകൾ ഇപ്പോൾ കാണാനില്ല. ഇപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നൊരു വീടാണ് കണ്ണേട്ടൻ്റെ വീട്. കാരണം നമ്മളതിൽ ഓടുകളായിക്കോട്ടെ, അത് പഴയ ട്രഡീഷണലായിട്ടും നല്ല കാണാത്തൊരു ഡിസൈനും, പിന്നെ നമ്മൾക്ക് ഇതുമാതിരി ഓളബ്രിക്സ് എന്ന് പറഞ്ഞാൽ ആ ടെറാക്കോട്ട വെച്ച് പണിത് ചൂടില്ലാതെയും, ഈ വീട്ടിൽ ഒട്ടും തന്നെ ചൂടില്ല, കൂടുതൽ പിന്നെ മഴയെ സ്നേഹിക്കുന്ന ഒരു അകത്തളം. ആ മഴയുടെ ഒരു രാഗമുണ്ട്, താളമുണ്ട്, പ്രകൃതിനെ സ്നേഹിക്കുന്നുണ്ട്. മലയാളിക്കുന്നൊരു വികാരമാണ് മഴ. തീർച്ചയായും. ഓക്കെ, കാരണം ഏറ്റവും കൂടുതൽ മഴ ആസ്വദിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. അപ്പോൾ ഈ വീടുകളെ കുറിച്ച് ഇത്ര കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന കണ്ണേട്ടൻ ഞങ്ങളുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ നന്ദി. താങ്ക് യു സോ മച്ച്. ഞാൻ വീട് പണിയ സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ട വീഡിയോ സാറിൻ്റെയാണ്. ഏറ്റവും കൂടുതൽ വീഡിയോസ് പല പ്രൊഡക്ട്സിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ. കാരണം സ്വാഭാവികമായിട്ട് നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പം യൂട്യൂബിനകത്ത് ഒരുപാട് സാറിൻ്റെ വീഡിയോസ്. കാരണം നമ്മൾ കൂടുതലും ഈ ടൈല് വാങ്ങിക്കുക വിൽക്കുക അതിനേക്കാൾ ഉപരി ആൾക്കാർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ സൊല്യൂഷൻ കൊടുക്കുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം അതാണ്. തീർച്ചയായിട്ടും. എല്ലാവരും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കൊടുക്കുന്ന ഒരു വ്യക്തിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും. അല്ല ഒരു സാധനം വാങ്ങിക്കുക എന്ന് പറയുന്നതിനോട് അത്ര സ്നേഹം ഉണ്ടാവില്ല. അപ്പോൾ അത് ഒരുപാട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും പല സമയങ്ങളും. അപ്പോൾ ഞാനവിടെ സാറിൻ്റെ ഷോപ്പിൽ വന്നപ്പോഴും എന്നെ ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാൻ നമ്മൾ വീട് പണിയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്നത് കൺഫ്യൂഷൻസ് ആണ്. കാരണം ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ പിന്നെ ഓപ്ഷൻസ് ഒരുപാട് കൂടുതലാണ്. ഞങ്ങൾ ഇപ്പോൾ ഏതെടുക്കണം, ഇതെടുത്താൽ ഇത് കോസ്റ്റ് വയബിൾ ആണോ? അപ്പോൾ ആ സമയത്തൊക്കെ അല്ല, നിങ്ങളുടെ ഇതിന് വേണ്ടി ഇതാണ് നല്ലതെന്ന് പറഞ്ഞു തരാനുള്ളൊരു ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ഹെൽപ്ഫുൾ ആയി. അപ്പോൾ ഈ കണ്ണേട്ടൻ്റെയും മഴയെ പ്രകൃതിയെ സ്നേഹിക്കുന്ന വീടും പ്രകൃതിയെ പേരിലിട്ട വീടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതിനേക്കാളും നല്ല പരിപാടിയായിട്ട് എത്രയും പെട്ടെന്ന് വരുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് വിട പറയുന്നു. നന്ദി, നമസ്കാരം.